നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ വീണ കുട്ടി മരിച്ചു. രാജസ്ഥാൻ സ്വദേശികളുടെ 3 വയസ്സുള്ള കുഞ്ഞാണ് മരിച്ചത്. അലി അക്ബിഷ വിവരങ്ങളുമായി. അലി, എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് ഈ സംഭവം? സ്മൃതി, 12 കൂടിയാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. രാജസ്ഥാൻ സ്വദേശികളുടെ 3 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. റിദാൻ രാജു എന്നാണ് ഈ കുട്ടിയുടെ പേര് മനസ്സിലാക്കുന്നത്. രാജസ്ഥാനിൽ നിന്നും എത്തിയതായിരുന്നു ഇവർ. ഈ കുടുംബത്തോടൊപ്പം, അതായത് മാതാപിതാക്കളും മൂത്ത സഹോദരനും ഒപ്പമായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഇവർ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി എയർപോർട്ടിലുള്ള കഫേയിൽ നിന്നും ചായ കുടിക്കാൻ വേണ്ടി കയറി. മാതാപിതാക്കൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. മൂത്ത ജ്യേഷ്ഠനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി ഓടി കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ എയർപോർട്ടിലെ മാലിന്യക്കുഴിയിലേക്ക് കുട്ടി പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മാലിന്യക്കുഴി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എയർപോർട്ടിലെ പൂന്തോട്ടത്തിന് നടുക്കാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് കാണാൻ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പൂന്തോട്ടത്തിന് നടുവിൽ ഒരു ചെറിയ കുഴിയായിട്ടാണ് ഈ മാലിന്യ കൂമ്പാരം ഉള്ളത്. ഈ ഭാഗത്തേക്ക് കുട്ടി ഓടിപ്പോവുകയും ഇതിനകത്തേക്ക് വീഴുകയുമായിരുന്നു. ഇതിനകത്ത് വലിയ ഉയരത്തിൽ വലിയ അളവിൽ മാലിന്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്തേക്ക് കുട്ടി താഴ്ന്നുപോയി മൂക്കിൽ ഈ മലിനജലം കയറി ശ്വാസം കിട്ടാതെയാണ് കുട്ടി മരിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും അതിദാരുണമായ സംഭവമാണ് എയർപോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്. എയർപോർട്ടിലെ സുരക്ഷാ സംവിധാനങ്ങളിലെ വീഴ്ച കൂടി എടുത്തു കാണിക്കുന്ന നിലയിലാണ് ഈ സംഭവം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഒരു തുറന്ന മാലിന്യക്കൂമ്പാരം ഉണ്ടാകുന്നതും വിമാനത്തിൽ വന്നിറങ്ങിയ ഒരു കുട്ടി, ഒരു 3 വയസ്സുള്ള കുട്ടി ഈ മാലിന്യക്കൂമ്പാരത്തിൽ വീണ് മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ മാതാപിതാക്കൾ കഫേയിൽ കയറിയ സാഹചര്യത്തിലാണ് ഈ 2 ചെറിയ കുട്ടികളാണ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതും ഈ 3 വയസ്സുകാരനായ റിദാൻ രാജു ഈ മാലിന്യക്കുഴിയിലേക്ക് വീഴുന്നതും. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ എയർപോർട്ടിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കുടുംബമായി എല്ലാം എത്തുന്ന ഭാഗമാണിത്. അവിടെയാണ് പൂന്തോട്ടത്തിന് നടുവിൽ ശ്രദ്ധയിൽപ്പെടാത്ത നിലയിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു മാലിന്യ കുഴിയുള്ളത്. ഈ മാലിന്യം അകത്ത് കയറി ശ്വസനാളത്തിൽ കയറിയാണ് കുട്ടിയുടെ മരണമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരവും. സ്മൃതി, ശരിയല്ലേ? പക്ഷേ ഇപ്പോൾ അതീവ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.